പ്രജിൻ മഴയാണ്, മഴയത്ത് ഫുട്ബോളും നടക്കുകയാണ് മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ. നീ വാർത്തയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നമുക്കറിയാം. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച തുടങ്ങിയ ഈ അമേരിക്ക ഇറാൻ ചർച്ചകൾ, അതിന്റെ തുടർ ചർച്ചകളും ഒക്കെ വളരെ മികച്ചതായിരുന്നു എന്നാണ് അദ്ദേഹം മടങ്ങും മുമ്പ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. മുമ്പ് അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങളുണ്ട്, അതൊക്കെ പാലിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്ക് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇന്ന് 60 ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ചു. അതൊരു വലിയ വാർത്ത തന്നെയാണ്. ഇറാനെ പൂർണ്ണമായും ആണവ മുക്തമാക്കുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ രാജ്യത്ത് ആണവ നിരീക്ഷകരെ പ്രവേശിപ്പിക്കുവാൻ ഇറാൻ സമ്മതിച്ചതായിട്ടാണ് JD വാൻസ് മടങ്ങും മുമ്പ് വ്യക്തമാക്കിയത്. എന്നാൽ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പുകളും നൽകിയിട്ടില്ലെന്ന് ഇറാൻ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഏതാണ്ട് 18 മണിക്കൂർ നീണ്ട ചർച്ചകളിൽ ആണവ വിഷയം സംസാരിച്ചിട്ടേ ഇല്ലെന്നാണ് ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുവാനുള്ള ഒരു പുതിയ പദ്ധതി വാൻസ് ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണം ഉപയോഗിച്ച് ഇറാൻ എന്തൊക്കെ വാങ്ങണമെന്ന് തീരുമാനിക്കാനും അതിന് പെർമിഷൻ നൽകാനുമുള്ള പൂർണ്ണ അധികാരം അമേരിക്കയ്ക്കായിരിക്കുമെന്നതാണ് ഇതിലെ ഒരു പ്രധാന വ്യവസ്ഥ. അതുപോലെ ഈ 60 ദിവസത്തേക്ക് US ഇറാനുള്ള എണ്ണ ഉപരോധങ്ങൾ നിർത്തിവെച്ചതോടെ ഇറാന് തങ്ങളുടെ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും അതുപോലെ രാജ്യാന്തര വിപണിയിൽ കൃത്യമായ ഒരു വില ഈടാക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇറാനെ സംബന്ധിച്ച്. അതേസമയം ഈ ഡിപ്ലോമാറ്റിക് മാർഗങ്ങളിലൂടെ ഉപരോധം മറികടക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ മുഹമ്മദ് ബക്കർ കാലിബാഫും പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഭാവിയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുവാനും ഒരു ഹോട്ട്ലൈൻ ടെലിഫോൺ സംവിധാനം ഏർപ്പെടുത്തുവാൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം മുഹമ്മദ് ബക്കർ കാലിബാഫും തിരിച്ചു മടങ്ങിയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പസമയത്തിനുള്ളിൽ ഗൾഫിലെത്തും. ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിൽ ഇറാൻ വിഷയമായിരിക്കും പ്രധാനമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്നത്.